JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. കേരള ബാങ്ക് OA പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഓന്ത്. 2024 ജനുവരിയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഓന്ത് ഏതാണ്? വടക്കൻ കങ്കാരു ഓന്ത്. വടക്കൻ കങ്കാരു ഓന്ത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല. കേരളത്തിലെ ആദ്യ തുളസി വനം ആരംഭിച്ച ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ് അല്ലെ. പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ച ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. 2024 ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കെ ഉണ്ണീരി. കെ ഉണ്ണീരിയാണ് 2024 ജനുവരിയിൽ അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം എവിടെയാണ്? കണ്ണൂര്. കണ്ണൂരാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം. അടുത്ത ക്വസ്റ്റ്യൻ, നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഡി ഹണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ട്. നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലാബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം. ഇന്ത്യയിൽ ആദ്യമായി സെൽ കൾച്ചറിലൂടെ ലാബോറട്ടറിയിൽ മത്സ്യമാംസം വളർത്തിയെടുക്കുന്നതിനുള്ള ഗവേഷണം നടത്തുന്ന സ്ഥാപനം ഏതാണ്? കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. എവിടെയാണത്? കൊച്ചിയിലാണ് അല്ലെ. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം എവിടെയാണത്? കൊച്ചി. അടുത്ത ക്വസ്റ്റ്യൻ, ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത്. ആദിശങ്കര ട്രസ്റ്റിന്റെ ശ്രീശങ്കര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ എസ് സോമനാഥ്. ഡോക്ടർ എസ് സോമനാഥ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി എന്ന ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക. സംസ്ഥാനത്ത് മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ സിവിൽ ജഡ്ജി എന്ന ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്? ഇന്ത്യ ഏത് രാജ്യത്തേക്കാണ് ആദ്യമായി ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്? ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസിലേക്കാണ് ഇന്ത്യ ആദ്യമായിട്ട് ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായ് യുടെ പുതിയ ചെയർമാൻ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായിയുടെ പുതിയ ചെയർമാൻ ആരാണ്? അനിൽകുമാർ ലഹോട്ടി. അനിൽകുമാർ ലഹോട്ടിയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അതായത് ട്രായിയുടെ പുതിയ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ട്രാൻസ്പെറൻസി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ആഗോള അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏതാണ്? 93ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി. ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ചാംപെ സോറൻ. ചാംപെ സോറൻ ആണ്
ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തത്. 2023 സംസ്ഥാന മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് 2023 സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത്. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ്? നിർമ്മല സീതാരാമനാണ് അല്ലെ. നിർമ്മല സീതാരാമനാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ്പുകൾ ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായി ഡിജിറ്റൈസ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ച പോർട്ടൽ. രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ്പുകൾ ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുമായി വികസിപ്പിച്ച പോർട്ടൽ ഏതാണ്? യുവിൻ. യുവിൻ എന്ന പോർട്ടലാണ് പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യുന്നതിനായിട്ട് വികസിപ്പിച്ച പോർട്ടലാണ് യുവിൻ. രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ്പുകൾ ഏകോപിപ്പിക്കുന്നതിനും വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുമായിട്ട് വികസിപ്പിച്ച പോർട്ടലാണ് യുവിൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിലെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ റംസാർ സൈറ്റുകളുടെ എണ്ണം. 2024 ഫെബ്രുവരിയിലെ പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? 80 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിലെ പുതിയ സർവേ പ്രകാരം ഇന്ത്യയിൽ എത്ര ഹിമപ്പുലികൾ? 2024 ഫെബ്രുവരിയിലെ പുതിയ സർവേ പ്രകാരം ഇന്ത്യയിൽ എത്ര ഹിമപ്പുലികളാണ്? 718. 718. അടുത്ത ക്വസ്റ്റ്യൻ, അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. അരവിന്ദ് പനഗരിയ അധ്യക്ഷനായ 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു. ആനി ജോർജ് മാത്യു. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ കന്നിയാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ. 2024 ജനുവരിയിൽ കന്നിയാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ഐക്കൺ ഓഫ് ദി സീസ്. ഐക്കൺ ഓഫ് ദി സീസ് ആണ് 2024 ജനുവരിയിൽ കന്നിയാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? സ്വീഡൻ. സ്വീഡൻ ആണ് ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി. 2024 ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി ആരാണ്? ബെർണാഡ് അർണോൾഡ് ആണ്. ബെർണാഡ് അർണോൾഡ് ആണ് 2024 ജനുവരിയിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കോടീശ്വരനായ വ്യക്തി. ഓൺലൈൻ ഡേറ്റാബേസ് ആയ നംബിയോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരം. ഓൺലൈൻ ഡേറ്റാബേസ് ആയ നംബിയോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരം ഏതാണ്? അബുദാബി. തുടർച്ചയായ എട്ടാം തവണയാണ് അബുദാബി. ഓൺലൈൻ ഡേറ്റാബേസ് ആയ നംബിയോയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സുരക്ഷിത നഗരം ഏതാണ്? അബുദാബി. അടുത്ത ക്വസ്റ്റ്യൻ, മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത്. മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത് ആരാണ്? ഇബ്രാഹിം ഇസ്കന്ദർ. ഇബ്രാഹിം ഇസ്കന്ദർ ആണ് മലേഷ്യയുടെ പുതിയ രാജാവായി ചുമതലയേറ്റത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നയാണ്. യാനിക് സിന്ന ഏത് രാജ്യമാണ്? ഇറ്റലി. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? യാനിക് സിന്ന, ഇറ്റലി. അടുത്ത ക്വസ്റ്റ്യൻ, ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാരാണ്? രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണയാണ് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായിക മേളയിൽ സൈക്ലിംഗിൽ സ്വർണം നേടിയ മലയാളി താരം. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായിക മേളയിൽ സൈക്ലിംഗിൽ സ്വർണം നേടിയ മലയാളി താരമാരാണ്? അലനിസ് ലില്ലി. അലനിസ് ലില്ലിയാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യുവജന കായിക മേളയിൽ സൈക്ലിംഗിൽ സ്വർണം നേടിയ മലയാളി താരം. അലനിസ് ലില്ലി.
അടുത്ത ക്വസ്റ്റ്യൻ, ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായമേറിയ താരം. ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായമേറിയ താരം ആരാണ്? രോഹൻ ബൊപ്പണ്ണ. രോഹൻ ബൊപ്പണ്ണ. അടുത്ത ക്വസ്റ്റ്യൻ, ബോളർമാരുടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. ബോളർമാരുടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ്? ആർ അശ്വിൻ. ആർ അശ്വിൻ ആണ് ബോളർമാരുടെ ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ അണ്ടർ-23 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കിയത്. കേരളമാണ് അല്ലെ, കേരളമാണ് ദേശീയ അണ്ടർ-23 വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കിയത്. കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർച്ചയായ 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജയ് ഷാ. ജയ് ഷായാണ് തുടർച്ചയായി 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഷീ ഹബ്ബ്. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഷീ ഹബ്ബ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന ആദിവാസി ഊരുകളില് ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. സംസ്ഥാന ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്നേഹഹസ്തം. സ്നേഹഹസ്തമാണ് സംസ്ഥാന ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. സ്നേഹഹസ്തം. അടുത്ത ക്വസ്റ്റ്യൻ, ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതി. ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതി ഏതാണ്? ജനനി. ജനനിയാണ് ഹോമിയോപ്പതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വന്ധ്യതാ നിവാരണ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം. ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം ഏതാണ്? ജനുവരി 30. ജനുവരി 30 ആണ് ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം. അടുത്ത, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം ഫെബ്രുവരി 1. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എന്നാണ്? ഫെബ്രുവരി 1. അടുത്ത, ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഫെബ്രുവരി 2 എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപ്പതിക് ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പ് വിജയകരമായി പരീക്ഷിച്ച കമ്പനി. മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപ്പതിക് ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പ് വിജയകരമായി പരീക്ഷിച്ച കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക് ആണ്. ന്യൂറാലിങ്ക് ആണ് മനുഷ്യന്റെ തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ടെലിപ്പതിക് ആശയവിനിമയം സാധ്യമാക്കുന്ന ചിപ്പ് വിജയകരമായി പരീക്ഷിച്ച കമ്പനി ന്യൂറാലിങ്ക്. ന്യൂറാലിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയത് ആരാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഒന്നാമത്. റിലയൻസ് ഇൻഡസ്ട്രീസ്. ലോകത്തെ 500 വലിയ കമ്പനികളുടെ ഹാറൂൺ 2023 പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയത് റിലയൻസ് ഇൻഡസ്ട്രീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.